ഹായ് ഓൾ. അങ്ങനെ ആനുവൽ ഡേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്ത് ആനുവൽ ഡേയും അതിഗംഭീരമായി തന്നെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ആനുവൽ ഡേയുടെ ഏതാനും കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം ഉടനെ തന്നെ. ഞാൻ ഓൺലൈൻ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല, അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾ ഒരുപക്ഷെ കാണുന്ന എൻ്റെ അവസാനത്തെ വർക്കിംഗ് ഡേ മോർണിംഗ് ആയിരിക്കും ഇത്. കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്യുവാണ്. ആനുവൽ ഡേ ആയിരിക്കും എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഒരുപാട് ഇഷ്ടത്തോടെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ കുക്കിംഗ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും പോസ്റ്റിംഗ് ആയാലും എല്ലാം ഇഷ്ടത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്നിടത്ത് അത് നിർത്തുന്നതാണ് നല്ലത്. ബിക്കോസ് ഐ കൻ നോട്ട് പുട്ട് മൈ ഹോൾ ഹാർട്ട് ഇൻ ടു ഇറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ്, ചേച്ചി എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു, എങ്ങനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെയാണ്. അതിനൊരൊറ്റ ഉത്തരവേ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞിട്ടാണ് പലതും ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിലുണ്ടായിരുന്നു, വളരെ ടൈറ്റ് ഷെഡ്യൂളാണ് എൻ്റേതെന്ന്. അതിപ്പോൾ എൻ്റേത് മാത്രമല്ല, ഞാനിതൊക്കെ ഒരു ഫ്രെയിമിലാക്കി കാണിക്കുന്നത് കൊണ്ട് ഒരു ദിവസം ഒന്ന് അമ്മേനെയോ സിസ്റ്ററിനെയോ വൈഫിനെയോ ഒക്കെ ഒന്ന് ഫ്രെയിമിലാക്കി നോക്കും. എസ്പെഷ്യലി വർക്കിംഗ് വുമൺ ആണെങ്കിൽ നമുക്കും തോന്നിപ്പോവും, അയ്യോ എന്തോരം കാര്യങ്ങൾ അവരൊരു ദിവസം ചെയ്യുന്നതെന്ന്. ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ ഈ വീട്ടിലും വർക്കും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നൊന്നും പ്രൂവ് ചെയ്യാനല്ല ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത്. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് മൈ പാഷൻ. ഇതിലായിരുന്നു ഞാൻ എന്നെ കണ്ടെത്തിയിരുന്നത്. ബാക്കി എല്ലാത്തിനും കൊടുക്കുന്ന സമയത്തുനിന്ന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തുന്ന സമയമായിരുന്നു ഇത്. എന്നാൽ പിന്നെ ഞാൻ എന്തോരം പണികളാണ് എടുക്കുന്നതെന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാ മനുഷ്യരും ഒരുപോലല്ല. 24 മണിക്കൂറിൽ നിങ്ങൾ 20 മണിക്കൂർ പണിയെടുത്താൽ അയ്യോ 20 മണിക്കൂർ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുത്തല്ലോ എന്നെല്ലാവരും പറയും എന്നും ചിന്തിക്കരുത്. 4 മണിക്കൂറാണ് നിങ്ങൾ വെറുതെ ഇരുന്നത് എന്നതാവും ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. യൂട്യൂബ് എനിക്ക് കാശ് തരും എന്നുള്ള വിശ്വാസത്തിലല്ല ഞാൻ ജോലി നിർത്തുന്നത്. എനിക്ക് എന്നിലുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജോലി നിർത്തുന്നത്. BEd എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ ജോലി എടുക്കുവാണ്. സർട്ടിഫിക്കറ്റ് വരുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് സമാധാനത്തോടെ ഉറങ്ങണം. എനിക്ക് ചെയ്തു തീർക്കാനുള്ള പണികളുടെ ലിസ്റ്റ് ഇല്ലാതെ ഒരു ദിവസം രാത്രിയെങ്കിൽ ഒരു ദിവസം രാത്രി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.